ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എവിടെയും സുഖം അൽഹംദുലില്ലാ. അങ്ങനെ കടന്നു പോകുന്നു ഓരോ ദിവസങ്ങളും. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ രാവിലെ തന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കൂടെ 2 റസ്കൊക്കെ കഴിച്ചു. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഇപ്പോഴത്തെ ഈ പരിപാടി. ഇപ്പം ഇന്ന് ദിലുവിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആളവിടെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം ഇഡ്ഡലി ഉണ്ടാക്കി ചട്നിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ആൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലി അവിടെ അടുപ്പത്ത് വെച്ച് അന്നേരം കൊണ്ട് ഞാൻ ഇപ്പോൾ ചട്നിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ എണ്ണ ആക്കിയാലും ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പം നല്ല ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഇതൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ചൂട് പോകണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂട് പോയത് അപ്പം തന്നെ എടുക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഇത് ഇഡ്ഡലിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേര അവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം ഞാനിപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇപ്പുറത്തെ ചട്ടി ഒന്ന് അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ ഇട്ട് കൊടുത്തു, കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം പച്ചമുളകും മാത്രമാണ് കേട്ടോ അരച്ചെടുത്ത്. ചെറിയൊരു പീസ് പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചട്നിയിലേക്ക്. പിന്നെ ആ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മോന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. ആൾ സ്കൂളിലേക്കൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ പരിപ്പും തക്കാളിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നാളികേരത്തിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ വെള്ളം കൂടി ചേർത്തിട്ട് നാളികേരം നരച്ചെടുത്തിട്ടുണ്ട്. അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് കാച്ചി ഒഴിക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് കറി വെക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വെച്ചാലും പരിപ്പ് കറി ഇപ്പുറത്തേക്ക് മണം കിട്ടും കേട്ടോ. പരിപ്പ് കാച്ചുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അത് വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്പുറത്തെ ആരെങ്കിലൊക്കെ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാനിവിടെ പറയും എന്നാൽ അവിടെ പരിപ്പ് കറിയാന്ന് കേട്ടോ. നല്ല സ്മെല്ല് വരും കേട്ടോ പരിപ്പ് കറി വെക്കുമ്പോൾ. നമ്മൾ കടുകൊക്കെ കാച്ചെടുക്കുമ്പോൾ അതിപ്പോൾ കുത്തിപ്പൊടിച്ച് കാച്ചുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. നമ്മൾ നാളികേരമൊക്കെ അരച്ചിട്ട് കടുക് കാച്ചുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ റെഡിയായി അതിൻ്റെ ശേഷം ഞാനിപ്പോൾ കറി ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിയേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നല്ല. ഇന്ന് കുറേ പേർക്ക് അറിയാം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, അത് പ്രത്യേകിച്ച് പറയാം. ഞാൻ ഇന്നലത്തെ വീഡിയോ ഇന്ന് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ഭാഗ്യമായിട്ട് കേക്കാണ് കേട്ടോ ഓഫർ. ഉമ്മ കേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കേക്ക് ഇവിടെ എത്തും. പിന്നെ ഇക്കാടെ വക അൽഫാമാണ് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു മക്കൾക്ക് ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കി കൊടുക്കുക, പായസമൊക്കെ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾക്ക് അതൊന്നും വേണ്ട, അവർക്ക് അൽഫാം മതിയെന്ന് പറഞ്ഞിട്ടോ. വിളിക്കുന്ന ചെക്ക വിളിച്ച സമയത്ത് സുഡാപ്പി അവിടെ ഉണ്ടായിരുന്നു. സുഡാപ്പി പറഞ്ഞു എനിക്ക് അൽഫാം മതിയെന്ന്. അങ്ങനെ ഇക്കാടെ വക അൽഫാമും ഉമ്മയുടെ വക കേക്കുമാണ് കേട്ടോ. അപ്പോൾ സുഡാപ്പിയും പാത്തൂസ് ഇരുന്ന് കേക്ക് മുറിക്കാൻ. അപ്പോൾ വൈകുന്നേരം ആയപ്പാണ് കേട്ടോ ഇത് മുറിക്കുന്നത്. അവർ ട്യൂഷനൊക്കെ പോയി വന്ന് ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ദിലുവിനോട് പറഞ്ഞപ്പോൾ ദിലു പറഞ്ഞു വേണ്ട അവർ രണ്ടാളും മുറിച്ചോട്ടെ, അവർ ചെറുതല്ല, അവർ മുറിക്കട്ടെ എന്നിട്ട് ദിലു അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്കത് കഷ്ണം അതാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ മുറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഡാപ്പിയും ഒരു 3 പേര് എൻ്റെ വായിൽ വെച്ച് തരാമെന്നൊക്കെ നോക്കിയിട്ട് ദിലു എൻ്റെ മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചവനെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ 1 വർഷം കൂടി അങ്ങനെ കടന്നു പോയിട്ടോ. അപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഉമ്മയും ഇല്ല ഉപ്പയും ഇല്ല, 2 പേരും ഇന്ന് എൻ്റെ കൂടെ ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുക. അപ്പോൾ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ മക്കളുടെ പിറന്നാളായാലും അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഒരു കേക്ക് മുറിക്കും, എന്തെങ്കിലും ഫുഡ് കഴിക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കുള്ളപ്പോൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ. നമ്മുടെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇന്ന് അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഇക്കടെ ഓഫറാണ് കേട്ടോ അൽഫാം. അതുപോലെ കുറേ ഫ്രണ്ട്സ് ഇന്നലെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്സപ്പിലായിട്ടും കോൾ വിളിച്ചിട്ടും അല്ലാതെയും ഒക്കെ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.